അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ടു അമേസിംഗ് വേൾഡ് ഓഫ് സയൻസ് മൈ യൂട്യൂബ് ചാനൽ. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ രാവിലത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് പൊങ്കലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ പൊങ്കൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് ഇത് കുക്കറിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത് ഞാൻ എളുപ്പത്തിൽ വളരെ തിരക്കുള്ള സമയം ഉണ്ടാക്കുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അടിപൊളി രസമാണ്. അത് തട്ടിക്കൂട്ടി എടുക്കുന്നതാണെങ്കിലും നല്ല രുചിയാണ്. അപ്പം ആദ്യം ഞാൻ ഇതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കടുക്, ജീരകം, പച്ചമുളക്, പിന്നെ ഉലുവ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കരിവേപ്പില, ചിലർക്ക് കൊത്തമല്ലി ഇല ഇട്ടാലും നന്നായിരിക്കുകയാണെങ്കിൽ ഇവിടെ കൊത്തമല്ലി ഇല ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കടുക് പൊട്ടിച്ചിട്ട് കുഞ്ഞായിട്ട് തക്കാളി നറുക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്തിട്ട് നന്നായിട്ട് അതിനെ ഞാൻ ഫ്രൈ ചെയ്യും. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, രസപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നന്നായിട്ട് ചേർത്തതിന് ശേഷം ഇതിൽ ഞാൻ പുളിയൊന്നും യൂസ് ചെയ്യാറില്ല. കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് ഇതിനെ തിളയ്ക്കാനായിട്ട് ഒരു 5 മിനിറ്റ് വിട്ടിട്ട് അതുപോലെ അവസാനം കുറച്ച് കായപ്പൊടിയൊക്കെ ചേർത്ത് ഇത് വാങ്ങി വയ്ക്കും. ഇത് നല്ല രുചിയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു തിരക്കിൽ എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ വർക്കിനൊക്കെ പോകാനുള്ളവർക്കോ ഒരുപാട് സമയം എടുക്കാതെ തന്നെ ഒരു 10 മിനിറ്റിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ്. നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തക്കാളി എടുക്കുമ്പോഴേക്കും നോക്കണം, നല്ല പഴുത്ത തക്കാളിയായിട്ടിരിക്കണം. അപ്പം പഴുക്കാത്ത തക്കാളിയാണെങ്കിൽ അതിൻ്റെ രുചി, ഞാൻ ഹൈബ്രിഡ് തക്കാളിയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ നാട്ടു തക്കാളി യൂസ് ചെയ്താൽ നല്ല പുളിയായിട്ട് കിട്ടും. അപ്പം ഒരു ഏജ് കഴിഞ്ഞാൽ ഈ പുളി രസം അധികം വേണ്ട, അത് ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പുളി കുറഞ്ഞ് കിട്ടാനായിട്ടാണ് ഈ ഹൈബ്രിഡിൻ്റെ തക്കാളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ എല്ലാവരും എനിക്കൊന്ന് അഭിപ്രായം എന്താണെന്നുള്ളത് പറയണേ. ഇതാ നമ്മുടെ രസം, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ഫോം. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രസമാണ്. നിങ്ങളും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇത് നമ്മുടെ ടൈനിയുടെ കുട്ടികളുടെ അച്ഛന്, ടൈനിയുടെ ഹസ്ബൻഡാണ് ഫുജീനെ മോളെടുത്തിട്ട് അവൻ കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എടുത്ത് ക്യാമറ ഒക്കെ നോക്കി നിൽക്കുക. നമ്മുടെ ടൈനിയുടെ മോനാണ്. അപ്പോൾ അവൻ ഈ ക്യാമറ ഫോൺ കണ്ടാലുടനെ കാറിൻ്റെ പുറത്ത് ചാടി കയറി അവന് ക്യാമറ ഒക്കെ ഇങ്ങനെ മണപ്പിച്ച് നോക്കി. അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവനെ നോക്കിക്കൊള്ളണേ, ഷൂട്ടിങ്ങിന് എങ്ങനെയൊക്കെ പോസ് ചെയ്ത് കാണിച്ചു തരുന്നുള്ളത് കണ്ടാൽ വളരെ രസകരമായിട്ട് നമ്മൾക്ക് ചിരിച്ചു പോകും. അവൻ മുകളിലോട്ടൊക്കെ ചാടിക്കറി കണ്ടോ കിടന്നൊക്കെ ഇങ്ങനെ ക്യാമറയൊക്കെ നോക്കിയിട്ട് അവൻ ആ ക്യാമറയുടെ മണം കണ്ടാൽ തന്നെ അറിയാം അതെന്തോ അവന് പറ്റിയ ഒരു നല്ലൊരു സാധനമാണെന്നുള്ളത്. ഇവിടെ ഞാൻ അടുത്ത് തിരുവനന്തപുരത്ത് പോയപ്പോഴേക്കും അവിടെ ഒരു പ്ലാൻ നഴ്സറി ഒന്ന് കാണാനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ കണ്ട ഭംഗിയുള്ള പൂക്കളും ചെടികളും ഒക്കെ കാണുമ്പോഴേക്കും നമ്മൾക്ക് കൊതി വരും. അപ്പോൾ വീട്ടിൽ ഇതുപോലെ നട്ടുപിടിപ്പിക്കാനും, അപ്പോൾ ഇതൊക്കെ പല കൂട്ടുകാരും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീഡിയോസിലൂടെ കാണിക്കുന്നത്. ഈ ചെടികളൊക്കെ നട്ട് വളർത്തി അവരുടെ തോട്ടങ്ങളൊക്കെ പരിപാലിക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മൾക്ക് കൊതി വരും. അപ്പോൾ ഇതുപോലെ ചെയ്യണം എന്നുള്ളത്. ഇത് എൻ്റെ അച്ഛൻ കുറേ കാലം കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്തിട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. ഇത് ഞങ്ങളുടെ തിരുവനന്തപുരത്തുള്ള ഫ്ലാറ്റാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് പുതിയ കാർപ്പറ്റൊക്കെ വാങ്ങി കുറച്ച് വർക്കൊക്കെ ചെയ്ത് മോടി പിടിപ്പിച്ചിട്ട് ഇപ്പോൾ അമ്മയാണ് ഇതിനൊക്കെ നേതൃത്വം നൽകുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചിയും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയും ചേച്ചിയും കൂടെ ഫ്ലാറ്റൊക്കെ നന്നായിട്ട് മിനുക്കിയെടുത്ത് അപ്പോൾ അത് നിങ്ങൾക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാനെന്ന് വിചാരിച്ച ഈ കാണിക്കുന്നത്. ഇത് നമ്മുടെ തറവാട് വീടാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊരു ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയോ വർഷമായിട്ട് 75 വർഷത്തിന് മുകളിലായിട്ട് കൈവശത്തിലിരിക്കുന്ന ഒരു വീടാണ്. അപ്പോൾ അതും പുതുക്കി നല്ല പെയിൻ്റൊക്കെ ചെയ്ത് മോടി പിടിപ്പിച്ചു. പിന്നെ അത് കുറച്ച് റിനോവേറ്റൊക്കെ ചെയ്ത് പുതിയൊരു ബെഡ്റൂമൊക്കെ വെച്ചു. അച്ഛൻ അങ്ങനെ അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണേ.